ഹലോ BDR ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻറ് വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയലുള്ള പാൻറ്റിൻ്റെ തുണിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വെട്ടാൻ നോക്കാം. ഇതിപ്പോൾ എനിക്ക് 38 ഇഞ്ചുള്ള ഒരു പാൻറ്റാണ് വേണ്ടിയത്, സ്ട്രെയിറ്റ് പാൻറ്റാണ് വേണ്ടിയത്. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇത് എടുത്താൽ 38 കിട്ടൂല. നമ്മൾ മടക്കി അടിക്കാനൊക്കെ എടുക്കുമ്പോൾ 38 വരില്ല. ഇത് 38 ഉള്ളൂ ഈ നീളം. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് 40 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറിടാനോ എലാസ്റ്റിക് വെക്കാനോ ഉള്ള തുണിയും കൂടെ കിട്ടും. അപ്പോൾ ഞാൻ അടിക്കുന്ന പാൻറ്റിൻ്റെ അരവണ്ണം 42 ഇഞ്ചാണ്. അപ്പോൾ 42 ഇഞ്ചിൻ്റെ 4/1 ഭാഗം 11. 11ൻ്റെ 11ഉം പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടും. അപ്പോൾ 12 ഇഞ്ച് ആണ് എടുക്കുന്നത്. ഇലാസ്റ്റിക് വെക്കാൻ ഒരു 2.5 ഇഞ്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2.5 ഇഞ്ചിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. 12 ഇഞ്ച് എന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് താഴേക്ക് 13 ഇഞ്ച് എടുക്കണം. നമുക്ക് ഒരു ക്രോച്ച് ലെങ്ത്താണ് ഇത് 13 ഇഞ്ച് എന്ന് പറയുന്നത്. ഇത് പൊട്ടിപ്പോകാതിരിക്കാനാണ്. പാൻറ് വേഗം കുറഞ്ഞു പോയാൽ വേഗം പൊട്ടിപ്പോകും. അപ്പോൾ ഈ 2.5 ഇഞ്ചിൻ്റെ താഴെ നിന്നായിരിക്കണം 13 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും 12 ഇഞ്ച് തന്നെ വേണം. അപ്പോൾ ഈ 2.5 ഇഞ്ച് ഒഴിവാക്കിയിട്ട് താഴോട്ട് 13 ഇഞ്ച് എടുക്കണം. ഇപ്പോൾ ഇതാ 13 ഇഞ്ച്. ഈ 13 ഇഞ്ചിൽ നിന്ന് മുന്നോട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ആദ്യമായിട്ട് അടിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വരയ്ക്കാം. അല്ലാത്തവർക്ക് ഇത് വീട്ടിലുള്ള ആം ഹോൾ കർവ് എന്ന് പറയും. ഇങ്ങനെ ഒരു സാധനമുണ്ട്. അത് വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഇതങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വര കൊടുത്താൽ മതി. അപ്പം നമുക്കിവിടെ നല്ല 14 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 14 ഇഞ്ച് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വേഗം നമ്മൾ അടിഭാഗം പൊട്ടിപ്പോകും പാൻറ്റിൻ്റെ. പിന്നെ ഇവിടുന്ന് ഇനി അടിയിലുള്ള പാദത്തിൻ്റെ അവിടെയുള്ള വണ്ണെടുക്കാം. അവിടെ നമുക്ക് 6.5 ഇഞ്ച് എടുക്കാം. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഇതാ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് താഴെ കുറച്ച് വണ്ണം അധികം വേണ്ടിയിട്ടാണ് 6.5യും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നത്. അല്ലാത്തവർക്ക് 6 ഇഞ്ച് ഫിറ്റായി നിൽക്കണമെങ്കിൽ 6 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇത്ര മതി. ഇതിപ്പോൾ കുറച്ച് ലൂസ് വരേണ്ടിയിട്ടാണ് ഇവിടെ 7.5 ഇഞ്ച് ഇവിടെ എടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ക്രോച്ചായിട്ട് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ അളവെടുത്താൽ 37.5 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് 38 ഇഞ്ച് വേണം. അപ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ച്
ഉള്ള ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ട് ഇവിടെ അടിഭാഗത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഉള്ളിലെ മടക്കി അടിച്ചാൽ മതി, പുറത്തേക്ക് കാണൂല. ഈ തുണിക്ക് അധികം നീളമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാ 2 കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ 2 കാലിനും വെക്കാൻ വേണ്ടി, അടിഭാഗത്ത് വെക്കാൻ വേണ്ടി. ഈ ഒരു കഷ്ണം ഇതാ നമ്മൾ വെട്ടിയെടുത്ത 1.5 ഇഞ്ചിൻ്റെ കഷ്ണം ഇതാ ഈ താഴെ ഭാഗം വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഈ നല്ല ഭാഗത്ത് ഇങ്ങനെ വെക്കാം. 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചു പോകും. എന്നിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ ഒരു അമർത്തി പതിച്ചടിക്കുക. ഇതിലൊക്കെ അപ്പോൾ ഇതാ ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുക. ഇതിനി നമുക്ക് ഇങ്ങനെ ബാക്കോട്ടാക്കിയിട്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഏപ്പിട്ട കഷ്ണം കാണുകൂടില്ല. അതേപോലെ തന്നെ ഇതും അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ നല്ല ഭാഗവും കൂടെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗം ഈ ക്രോച്ച് ഏരിയ ഇങ്ങനെ അടിച്ചെടുക്കുക. 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കുക താഴെ വരെ. ഇതേപോലെ ഇതാ താഴെ വരെ അടിച്ചു തന്നിട്ടുണ്ട്. മറ്റേ സൈഡ് അടിക്കുമ്പോൾ ഇവിടെ കയറ് വെക്കാനായതുകൊണ്ട് എലാസ്റ്റിക് അടിക്കുകയാണെങ്കിൽ ഫുള്ളും മേലെ തൊട്ട് താഴെ വരെ കൂട്ടി അടിക്കുക. പക്ഷേ ഞാനിപ്പോൾ കയറാണ് വെക്കുന്നത്, അതുകൊണ്ട് ഇവിടെ 1 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം അടിക്കാൻ തുടങ്ങണമെങ്കിൽ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചാൽ മതി. കയർ വെക്കേണ്ട ഭാഗത്ത് ഇതാ നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റിൻ്റെ അവിടെ മടക്കും പോലെ അത്ര വീതി വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിലെങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അടിക്കും. എന്നിട്ട് തിരിച്ചിട്ടിട്ട് എന്നിട്ടത് 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ കയറിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ചുറ്റിലും അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുമ്പോൾ 1/2 ഇഞ്ച് തന്നെ മടക്കണം, അല്ലാണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ചുളിവ് വരും. അതുകൊണ്ട് വലിച്ചു പിടിക്കാതെ കയറ് വെക്കാനുള്ള ഭാഗത റെഡി ആയിട്ടുണ്ട്. ഇനി താഴെ മടക്കി അടിക്കുക. ഇതും 1 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ പ്രസ്സടി അടിച്ചത് ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് ഇങ്ങനെ മടക്കി. എനിക്ക് ഈ നീളം 38 ഇഞ്ച് തന്നെ വരേണ്ടത് കൊണ്ടാണ്. ഇത് 40 ഇഞ്ച് നീളമുള്ളായിരുന്നു. അപ്പം പിന്നെ 2.5 ഇഞ്ച് നമുക്ക് കയറ് വെക്കാൻ വേണ്ടി മടക്കി അടിക്കുന്നുണ്ട്. പിന്നെ താഴെ 1.5 ഇഞ്ച് അതാണ് കൂട്ടേണ്ടി വന്നത്. അങ്ങനെയാകുമ്പോൾ 38 ഇഞ്ച് അടിച്ചാൽ ഇതാ പാൻറ് ഇതാ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് ഇനി ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ മതി. ഇങ്ങനെ താഴെ വരെ നമ്മൾ 1 ഇഞ്ച് ഒഴിച്ചിട്ട് ബാക്കിയിട്ട് അടിച്ചു തുടങ്ങും. സ്ട്രെയിറ്റ് പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ അടിക്കാൻ കഴിയുന്നതാണ്. തയ്യൽ അറിയാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനൊരു കയറ് കൂടെ വെച്ച് കൊടുത്താൽ മതി. അത് 1.5 ഇഞ്ച് നീളത്തിൽ ഒരു 10 ഇഞ്ച് അരവണ്ണത്തിനേക്കാൾ ഒരു 10 ഇഞ്ച് കൂടുതൽ എടുക്കുക.
എന്നിട്ട് 1.5 ഇഞ്ച് വീതിയിൽ നീളത്തിലൊരു കഷ്ണം വെട്ടിയെടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അടിക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ 1.5 ഇഞ്ച് വീതിയിൽ ഞാനിത് 52 ഇഞ്ച് നീളത്തിൽ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. തേപ്പിട്ടിട്ട് നമുക്ക് കയറടിക്കാം. ഇതിനെ എലാസ്റ്റിക്കും വെക്കാം, കയറിന് പകരം ഒരു എലാസ്റ്റിക് വെച്ചാൽ മതി. ഇപ്പം ഞാൻ ഇതിന് കയറാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മടക്കുക, നടുവിലേക്ക് 2 സൈഡൊന്നും മടക്കിയിട്ട് നടു ഇങ്ങനെ മടക്കുക, എന്നിട്ട് അടിച്ചു കൊടുക്കുക. വേറെ അതാ കയറടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് പാൻറ്റിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കയറിട്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് ഇതാ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ അടിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എത്ര അറിയാത്തവർക്കായാലും ഈ വീഡിയോ കണ്ടാൽ അടിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.